സ്വാതന്ത്ര്യം ലഭിച്ച നാൾ മുതൽ നമ്മൾ കണ്ടുവരുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും ക്യാമ്പസുകൾ ഭരിച്ചിരുന്നത് ഒരു ഇടത് സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള വിദ്യാർത്ഥി സംഘടനകളാണ്. പക്ഷേ കാലക്രമേണ അവരുടെ ശക്തി ക്ഷയിച്ചു വരികയും അവിടെ വളരെ കൃത്യമായിട്ട് ABVP പോലൊരു സംഘടന, വിദ്യാർത്ഥി യൂണിയൻ, വിദ്യാർത്ഥി സംഘടന കയറി വരികയും ചെയ്യുന്നു. ഈ ക്യാമ്പസുകളിലെ ഈ വിപ്ലവ വീര്യം അല്ലെങ്കിൽ ആ വിപ്ലവ ജ്വാല അത് കത്തിത്തീരുകയാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? എനിക്കതിൽ SFI ABVP എന്ന് തോന്നിയിട്ടില്ല. കാരണം പൊതുവെ ക്യാമ്പസുകളിൽ പൊളിറ്റിക്സിനോട് ഇപ്പോൾ ഒരു അവേഷനുണ്ട്. അത് നിങ്ങളിപ്പോൾ സിനിമകൾ എടുത്ത് വയ്ക്കാം. ഒരു അരാജകവാദം. അരാജകവാദം. പിള്ളേർ ഇൻഡിപെൻഡൻ്റ് ആണ്. അരാഷ്ട്രീയവാദം. രാഷ്ട്രീയവാദമാണ് കൂടുതൽ. പിള്ളേർ ഇൻഡിപെൻഡൻ്റ് ആണ്. നിങ്ങൾ ഈ പറഞ്ഞിട്ട പോലെയുള്ള ആ ഇന്നലകൾ എന്ന് പറയുന്ന കാലം ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും നഷ്ടപ്പെടാൻ മാത്രമുള്ള, നേടാൻ ഒരുപാട് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ശരിയാണ്. വേൾഡ് ലിറ്ററേച്ചറൊക്കെ നമ്മുടെ മുന്നിൽ തുറന്നു കണ്ട് സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇത്തരം സമത്വം, ഇത്തരം ആശയങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു കാലഘട്ടമാണ്. അന്ന് വിക്ടർ ഹ്യൂഗൻ്റെ ലെസ് മിസറബിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പാവങ്ങൾ എന്നുള്ള അതൊക്കെ വായിച്ചാൽ നിങ്ങളറിയാതെ നിങ്ങളെ വിപ്ലവകാരിയായിപ്പോൾ. ആ വിപ്ലവകാരിക്ക് ABVPക്കാരനാണോ RSS കാരനാണോ? അപ്പോൾ ABVPക്കാരനാണ് RSS കാരൻ രണ്ട് രീതിയിലുള്ള വിപ്ലവകാരിയാണ്. ഒരാൾ ഒരു ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള വിപ്ലവകാരിയാണ്, മറ്റേ ആൾ ഒരു സാർവദേശീയതയുമായിട്ടുള്ള ബന്ധപ്പെട്ട, ഒരാൾ ദേശീയതയായിട്ട്, ഒരാൾ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട വിപ്ലവകാരി. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള പല ആളുകളും ഒരു ഇടതുപക്ഷ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ്. പിന്നെ അവർ ആ ഒരു ലൈനിലേക്ക് പോയിട്ടുണ്ട്. അത് ആ ഒരു കാലഘട്ടമായിരുന്നു. അത് ഒരുപാട് സ്വപ്നങ്ങളുടെ നഷ്ടപ്പെടാനൊന്നുമില്ല, എന്നാൽ നേടാൻ ഒരുപാടുണ്ട്. പിന്നെ ചുറ്റും ഭയങ്കര കഷ്ടപ്പാടും ദാരിദ്ര്യവും. പിന്നെ ലോകത്തെല്ലാം തന്നെ ഈ ഫ്രഞ്ച് വിപ്ലവത്തോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള വിപ്ലവങ്ങളുടെ ഒരു സ്വാധീനം, സാഹിത്യത്തിലെല്ലാം അതിൻ്റെ ഒരു സ്വാധീനം ഉണ്ടായി. സൊസൈറ്റി ആണെങ്കിൽ ഫ്യൂഡലുമാണ്. അപ്പോൾ ഒരു വിപ്ലവം വേണമെന്നുള്ള ഫീലായിട്ട്. അത് കഴിഞ്ഞ് സോവിയറ്റ് റഷ്യ ഇല്ലാതായി, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ തിരിച്ചുപോയി. ലോകത്ത് കമ്മ്യൂണിസം വന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ 2-3 ജനറേഷൻ കഴിയുമ്പോൾ അതൊരു കുടുംബ ഭരണത്തിലേക്കൊപ്പം കൊറിയ അല്ലെങ്കിൽ ക്യൂബ ബാധ്യതയായി മാറുന്ന കാഴ്ച അങ്ങനെ പോവുകയും, പിന്നെ വിയറ്റ്നാമിനും ചൈനയിലേക്ക് അത് ക്യാപിറ്റലിസമായി മാറുകയും, ബംഗാളിലത് എന്തോ ആയി മാറുകയും, കേരളം കൃത്യമായിട്ട് ചൈനയുടെ ഭാഗത്ത് പോവുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും പരസ്പരം ഒക്കാതെ പോകും. ഈ കുട്ടികളുടെ ഒരു പ്രശ്നം വെച്ചാൽ അവർക്ക് എപ്പോഴും പ്രവൃത്തിയും വാക്കും രണ്ടായിരിക്കാൻ പാടില്ല. അതൊന്നായി ആളുകളെ അവർ ബഹുമാനിക്കുള്ളൂ. അത് രണ്ടായി നിൽക്കുമ്പോൾ ആളുകൾക്കൊരു പ്രത്യേകിച്ചായി അവർക്ക് ലോജിക്ക്, പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മളെ പോലത്തെ അതിന് ഡിപ്ലോമാറ്റിക് അല്ല, അവർ സത്യസന്ധരാണ്. അപ്പോൾ അവർക്ക് ഇതിനോട് ഒരു പുച്ഛമാണ്. ഇപ്പോൾ നിങ്ങൾ സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി. സിനിമകളും ക്യാമ്പസ് പൊളിറ്റിക്സുമായിട്ട് നമ്മുടെ ഏത് സിനിമ പഠിത്താൽ തോന്നുന്നു? ലാൽ ജോസിൻ്റെ മറ്റേ സിനിമയ്ക്ക് ശേഷം കണ്ടംപററി പൊളിറ്റിക്സ് വന്നത് ലാൽ ജോസിൻ്റെ സിനിമയാണ്, ക്ലാസ്മേറ്റ്. അതിനുശേഷം എത്ര സിനിമകൾ വന്നു? മുമ്പത്തെ നിങ്ങൾ നോക്കിയാൽ മതി, ദാമോദരൻ സ്ക്രിപ്റ്റ് മൊത്തം ഒരു ഭാഗം ക്യാമ്പസ് പൊളിറ്റിക്സ് ആയിരുന്നു. പിന്നെ അതിനുശേഷം വന്നത് ടോവിനോയുടെ ഒരു മെക്സിക്കൻ അപാരതയാണ്. അത് മിക്കവാറും പാസ്റ്റ് പറഞ്ഞൊരു സിനിമയാണ്. പാസ്റ്റിലുള്ള ആ കാലഘട്ടം 70s 80s ആ കാലഘട്ടം പറഞ്ഞ ഒരു സിനിമയാണ്. ഈ കാലഘട്ടമല്ല. ഈ കാലഘട്ടത്തിലെ കുറച്ചെങ്കിലും ക്യാമ്പസ് പൊളിറ്റിക്സ് നടന്നു വന്ന ഒരു സിനിമ നമ്മുടെ കാളിദാസ് ജയറാമിൻ്റെ ആ പാട്ടില്ലേ, ഞാനും എൻ്റെ ആളും, ആ പാട്ടുള്ള സിനിമ അതുകൊണ്ട് വലിയ വിജയമൊന്നും ആയിട്ടില്ല. അതാണ് അത് ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു പൊളിറ്റിക്സ് അതിൽ കടന്നു വരുന്നത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ക്യാരക്ടർ വളരെ എന്താണ് പറയുക, വലിയ വിപ്ലവീര്യൊന്നും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പം ഇത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ക്യാമ്പസ് പൊളിറ്റിക്സ് ഉണ്ട്, കുറച്ച് പിള്ളേർ പോയി വോട്ട് ചെയ്യുന്നുണ്ട്. ആ വോട്ട് ചെയ്യുന്നതിൻ്റെ പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിലാണെങ്കിലും വേറെ ഒന്ന് ഉത്തരേന്ത്യയിലാണെങ്കിലും ജയിക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് പിള്ളേർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് അവരൊരു രസത്തിന് പോയി വോട്ട് ചെയ്യും. പക്ഷേ വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ്. ആത്മാർത്ഥമായി പോകുന്നില്ല. ഇത് ഞങ്ങൾക്ക് വേണ്ട ഒരു സൈദ്ധാന്തിക ഇടപെടൽ അതിനകത്ത് ഒന്നും ഉണ്ടാവുന്നില്ല. സൈദ്ധാന്തികം ഇല്ലല്ലോ. സൈദ്ധാന്തികം ഉണ്ടെങ്കിൽ ഈ പറയുന്നതിൻ്റെ മാതിരി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും പുതുത വന്ന കേരളത്തിലെ ക്യാമ്പസുകൾ ഏതൊക്കെ രീതിയിലുള്ള റാഗിങ്ങും ഏതൊക്കെ രീതി പൊളിറ്റിക്സിൻ്റെ പേര് എന്തൊക്കെ അട്രോസിറ്റീസ്? അതൊരു വലിയ ചോദ്യമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം, ഈ റാഗിങ്, മയക്കുമരുന്ന്, ഇതൊക്കെ ക്യാമ്പസിനെ വലിയ തോതിൽ കീഴടക്കുന്നു. ഇത് ഈ അരാഷ്ട്രീയവാദത്തിൻ്റെ കൂടി ഫലമല്ലേ? അങ്ങനെയല്ല. അത് രാഷ്ട്രീയവാദം എല്ലാ സമയത്ത് മയക്കുമരുന്നുണ്ടായിരുന്നു, മദ്യം ഉണ്ടായിരുന്നു, കഞ്ചാവ് ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി പ്രബുദ്ധമായിരുന്ന കാലഘട്ടമല്ലേ 70s. എന്നാലും ഏറ്റവും കൂടുതൽ ഹിപ്പിസം ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ കഞ്ചാവ് ഉണ്ടായിരുന്നത്. അന്നത്തെ സിനിമകളൊക്കെ നോക്കിയാൽ കഞ്ചാവ് വലിച്ചിട്ട് നിൽക്കുന്ന 1-2 ബുദ്ധിജീവികൾ കാണാമായിരുന്നു. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അത് യൂത്ത് എന്ന് വെച്ചാൽ അവരെപ്പോഴും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരാണ്. അതിൽ നിന്ന് എനിക്കിപ്പോൾ ഇതിന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അതിനുശേഷം തിരിച്ചു വന്ന് മഹാന്മാരായിട്ടുള്ള IPS വരെ IAS വരെ ആളുകൾ നിങ്ങൾക്ക് അറിയണ്ടോ? ആളുകൾ അറിയാം, സന്യാസിമായ ആളുകൾ അറിയാം. അത് ആ ഒരു ഏജാണ്. നമ്മളിപ്പോൾ ബൈബിളിൽ പറയുമ്പോൾ പുത്രൻ പിതാവെന്ന് വേർപെടുന്നൊരു ഘട്ടമുണ്ട്.
പിതാവ് പിന്നെ ഡാവിഞ്ചിയുടെ പാരഡൈസ് ലോസ്റ്റ് എന്നുള്ള വിഖ്യാതമായ ചോദ്യത്തിൽ ചെറിയൊരു വിടവുണ്ട്. ആ വിടവാണ് ഈ ക്യാമ്പസ് കാലഘട്ടം എന്ന് നമ്മൾ ഇൻഡിപെൻഡൻ്റ് നിലപാടുകൾ എടുക്കുന്നത്. കൗമാരത്തിൽ നിന്ന് നമ്മൾ സ്വന്തം വ്യക്തിത്വം ഉണ്ടാവും. പിതാവിൽ നിന്നും കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് സ്വന്തമായ വ്യക്തിത്വം ഉണ്ടാവും. അതാണ് പാരഡൈസ് ലോസ്റ്റ്. ഈ സംഭവമാണ് ഒരു മാനസികാവസ്ഥ കൂടിയാണ്. നമ്മളൊരു വ്യക്തിത്വം ഉണ്ടാകുമ്പോൾ നമ്മൾ പലതും എക്സ്പീരിയൻസ് ചെയ്യും. പണ്ട് നോ എന്ന് പറഞ്ഞ ആയിട്ടുള്ള പല കാര്യങ്ങളും വളരെ അപൂർവമായിട്ട് അത്രയാണ് ആളുകൾ വീട്ടുകാർ പറഞ്ഞ ആ സമയത്ത് കേട്ടുള്ളൂ. ഇപ്പം എന്നോടൊക്കെ ആണെങ്കിൽ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ കഞ്ചാവ് വലിക്കല് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കല് കള്ളു കുടിക്കല് ഇത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ഒരു 1-2 സിനിമയിൽ അഭിനയിച്ച സമയത്ത് ആ ഷോട്ടിന് വേണ്ടി മാത്രമാണ് ഒരു സിഗരറ്റെങ്കിലും വലിച്ചിട്ടുള്ളത്. അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് അപൂർവം ചില ആളുകൾക്കാണ്. ഒന്ന് നമ്മൾ ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ട്, 2 ഗാന്ധിയൻ ബാക്ക്ഗ്രൗണ്ട്, പിന്നെ വാപ്പയും നമ്മളുമായിട്ടുള്ള ആത്മബന്ധം, ഇതൊക്കെ കൊണ്ടാണ്. പൊതുവെ പിള്ളേർ ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ കുറച്ച് പേര് അതിൽ നശിച്ചു പോകാറുള്ളൂ. പലരും തിരിച്ചു വരും. ഞാൻ പറഞ്ഞില്ല IAS IPS ഒക്കെ നേടിയെടുത്ത ആളുകളെ എനിക്കറിയാം. വലിയ താരങ്ങളായ ആളുകളെ അറിയാം. പ്രശാന്തിന് അറിയാം. വലിയ സന്യാസിമാരായ ആളുകളെ അറിയാം. അതൊരു ഘട്ടെത്തുമ്പോൾ എക്സ്പീരിയൻസ് അവർക്കനുസരിച്ച് ഇതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലാവുകയും അവരവരുടെ ഭാഗത്തേക്ക് തിരിച്ചു പോകും. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോഴത്തെ രീതി പണ്ടത്തെ രീതി പോലെ അല്ല എന്നാ കേട്ടോ. പണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ പിന്നെ ഒഴിവാക്കാൻ പറ്റില്ല. നെക്സസിൻ്റെ ഭാഗമായി പോകും. ഒന്നത് പിന്നെ അത് അപ്പം ഇപ്പോൾ ഈ വാക്കും ഇപ്പം സാന്ത്വ സമത്വ സഹോദര്യം എന്നൊക്കെ പറഞ്ഞ് വേറെ രാഷ്ട്രീയ പാർട്ടികളെ ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരിക്കുക, പെൺകുട്ടികളെ പോലും മർദ്ദിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥ വിഷയം ഇപ്പോൾ കേരളത്തിൽ മാത്രം നിങ്ങളാണ്, പല സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് കാണുന്ന മറ്റു കുട്ടികൾക്ക് അയ്യേ എന്ന് വിചാരിക്കും. നമ്മളെ അച്ഛനൊക്കെ എത്ര ഭേദം. കാരണം അച്ഛനൊക്കെ ആണല്ലോ വീട്ടിൽ ചിലപ്പം പറയുന്നതൊന്നും കല്യാണം വീട്ടിൽ പറയുന്ന ഒന്നും വീട്ടിൽ സ്വകാര്യമായി പറയുന്ന വേറെ ഒന്നും കുട്ടികൾ ഇത് കേട്ടിരിക്കുന്നതാണ്. സൈലൻസ് സ്പെക്ടേറ്റേഴ്സാണ്. അവർക്ക് അച്ഛനോടുള്ള ബഹുമാനം നഷ്ടപ്പെടുന്ന ഏജ് കൂടിയാണത്. അപ്പായിരിക്കും നമ്മളെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു മോഡിക്കെതിരെ ഫാസിസ്റ്റ് വിരുദ്ധ സമരം, പിണറായി വിജയനെതിരെ സ്റ്റാലിനിസ്റ്റ് വിരുദ്ധ സമരം എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവരിതിനേക്കാട്ട് വലിയ സ്റ്റാലിനിസവും ഫാസിസവും കാണിക്കുമ്പോൾ അയ്യേന്ന് വിചാരിക്കും പിള്ളേർ. ഇതാണ് ഇതിൽ വലിയൊരു പ്രശ്നം. പിന്നെ ഇച്ചിരി പേടീൻ്റെ പുറത്തോ സൗഹൃദത്തിൻ്റെ പുറത്തൊക്കെ അവരൊന്ന് വോട്ട് ചെയ്യുന്നതെന്നുള്ളൂ. ഇപ്പോഴത്തെ നിങ്ങൾ സിനിമകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടീസ് ഗ്യാങ് അങ്ങനെയുള്ള ഗ്യാങ്ങുകൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു ഇപ്പം ലാൽ ജോസിന് തന്നെ വേറൊരു സിനിമ വന്നല്ലോ, പിന്നെ എന്താണ് മോഹൻലാലും ലാൽ ജോസും കൂടിയുള്ള സിനിമ വെളിപാടിൻ്റെ പുസ്തകം. അതിൽ ശക്തമായ തീവ്ര രാഷ്ട്രീയമൊന്നും വരുന്നില്ല. വെറുതെ തല്ലുണ്ടാക്കാനുള്ള രാഷ്ട്രീയമേ ഉള്ളൂ. പാട്ട് എൻ്റെ അമ്മയുടെ ജിമിക്ക് അങ്ങനെ ആരാണ്ട് എടുത്തുകൊണ്ടിരുന്ന വന്ന് പാട്ട് പാടുന്ന രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ബാൽജാസിന്റെ മറ്റേ ക്ലാസ് അതിനെക്കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കാൻ ശ്രമിച്ച് ചിന്ത വാങ്ങിക്കൂട്ടിയ ട്രോള് അതിൽ കാര്യമൊന്നുമില്ല. അത് അമ്മയുടെ ജിമിക്ക് മമ്മൽ മാത്രമല്ല വേറെ പലതും എടുത്ത് വിറ്റിട്ട് കള്ളു കുടിക്കുന്ന അച്ഛന്മാരുടെ നാടാണെന്ന് കേരളം. പറയുന്നതിനകത്തുണ്ട് ചിന്ത എന്തുകൊണ്ടാണ് പറഞ്ഞു. ചിന്ത പ്രസംഗത്തിൻ്റെ ഓളത്ത് പറഞ്ഞായിരുന്നു. അത് മുരളി ഗോപി എന്തോ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ ചിന്തയ്ക്ക് പൊങ്കാല്. അങ്ങനെ നമ്മളൊരു നാടിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ നാടിനും ഗുണവും ദോഷവും ഉണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പം പൊതുവെ ഒരു അവേർഷൻ ഉണ്ട് ക്യാമ്പസ് പിള്ളേരോട്. പിന്നെ പണ്ടത്തെ പോലെ പിള്ളേർ മണ്ടന്മാരല്ല. പണ്ട് ഒരു സൊസൈറ്റി ആയിട്ട് ഒരുമിച്ച് നിന്നാൽ എന്തെങ്കിലും നേടാൻ പറ്റുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഗ്ലോബലൈസേഷൻ വന്നുകൊണ്ട് കഴിവുണ്ടെങ്കിൽ കൃത്യമായി പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും എത്തിപ്പെടാൻ പറ്റുമെന്നൊരു ഫീലുണ്ട്. പിന്നെ എന്തിനാ ഇപ്പന്മാരോട് പോലീസിന് അടിമേടിച്ച് പെറ്റി കേസും മേടിച്ച് ഒരു PSC UPSC കിട്ടുമ്പോൾ ഇപ്പം പ്രൈവറ്റ് ജോലി ഒരിക്കൽ പോലും പോലീസ് വെരിഫിക്കേഷൻ വേണം. പലരും പോലീസ് വെരിഫിക്കേഷൻ ആവശ്യപ്പെടുന്നു. വെരിഫിക്കേഷൻ വരുന്ന സമയത്ത് പിന്നെ 8ന്റെ പണി കിട്ടും. പ്രത്യേകിച്ച് മൾട്ടിനാഷണൽ മാത്രമല്ല ഇവർ 3-4 നേതാക്കന്മാർ നേതാക്കൾ പിള്ളേർ അവിടെ കിടക്കുകയും ചെയ്യും. ഇനി മാത്രമല്ല രാഷ്ട്രീയത്തിൽ മര്യാദയ്ക്ക് എന്നിട്ട് ആദർശത്തിന് പുറത്ത് നേതാവാകാന്ന് ചോദിച്ചാൽ ആ മണ്ടനുമായി പോകും. കാരണം അവർക്ക് ആവശ്യമില്ല. അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ അവരുടെ ആവശ്യത്തിന് വേണ്ടി തല്ലുണ്ടാക്കി. നമ്മൾ ഭരിക്കുമ്പോൾ KSRTC അല്ലറിയും, നമ്മൾ പ്രദേശത്തിരിക്കുമ്പോൾ KSRTC അല്ലറിയും, നമ്മൾ ഭരിക്കുമ്പോൾ KSRTC സംരക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളെ അവർക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇൻറ്റഗ്രിറ്റി ഉള്ള നല്ല ബോധമുള്ള ഒരു പയ്യന് ഇതിന് കിട്ടില്ല. അതാണ് കാര്യം. അപ്പോൾ അങ്ങനെ നിങ്ങൾ എവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ക്യാമ്പസ് പൊളിറ്റിക്സ് പണ്ടത്തെ ഷാർപ്പ്നെസ് ഇല്ല. ആകെപ്പാട് JNU ഉണ്ട്. അത് പിന്നെ ഒരു വാശീൻ്റെ പുറത്തുള്ള നിൽക്കുന്നേ ഉള്ളൂ. വാശീൻ്റെ പുറത്തെന്ന് വെച്ചാൽ JNU പൊളിറ്റിക്സിനെ കാലഘട്ടം കഴിഞ്ഞു. കാരണം സോവിയറ്റ് റഷ്യ ഇല്ലാതായി ഈ കമ്മ്യൂണിസം ഈ രീതിയിൽ പോയതോടുകൂടി തന്നെ ആ ഒരു കാലഘട്ടം തീർന്നു എന്ന് പറയാം. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചാൽ ആൻറ്റി മോഡി സാധനത്തിനൊക്കെ പുറത്തുനിന്ന് ശരി മോഡിക്കെതിരൊന്ന് ഫൈറ്റ് ചെയ്തെങ്കിൽ മറ്റു വരും. എന്നാൽ പിന്നെ JNU ഒരു CPM-മാരുടെ ഇടതുപക്ഷക്കാരുടെ സ്ഥലമല്ലേ, എന്നാൽ പിന്നെ JNU വിട്ടുകൊടുക്കേണ്ടെന്ന രീതിയിൽ ഇവരും അവിടെ കാരണമുണ്ട് ഇവർ കണ്ടുവരും. അതുകൊണ്ടാണ് JNU പൊളിറ്റിക്സ് ഇപ്പോൾ തീക്ഷണമായി നിൽക്കുന്നത്. ഡൽഹി യൂണിവേഴ്സിറ്റി പോലും കാര്യമായ രാഷ്ട്രീയമൊന്നുമില്ല. അവിടെ AVP-യുടെ അപമാദിത്യമാണ് പണ്ട്. NSU ആയിരുന്നു, ഇപ്പോൾ AVP ആണ്. പക്ഷേ JNU ഉള്ളവരെ തീക്ഷണത പണ്ട് ഒരു അത് എനിക്ക് മനസ്സിലാകാത്തത് കേരളത്തിൽ BJP ഭരണം അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ BJP ഭരണം അവസാനിച്ചാൽ പിന്നെ JNU പൊളിറ്റിക്സ് ഒരു പ്രസക്തി ഉണ്ടാവില്ല. ഇതിനേക്കാളും വലിയ പഠിപ്പിച്ചുള്ളതായിട്ട് അവർ മാറി. ഇതിപ്പോൾ മോഡിക്കെതിരെയുള്ള സാധനം എന്ന രീതിയിൽ ആണ് ഇപ്പം അത് കത്തി നിൽക്കുന്നത്. അതുകൊണ്ട് മോഡിക്കെതിരെയുള്ള അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഇനി നമ്മളെ പാർട്ടിക്കെതിരെ ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥിതിക്ക് എന്നാൽ പിന്നെ അവന്മാർക്കൊന്ന് ഫൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന രീതി അവിടെ AVP നിൽക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ക്യാമ്പസ് പൊളിറ്റിക്സിൻ്റെ കാലഘട്ടം കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
കാരണം പിള്ളേർ ഇൻഡിപെൻഡൻ്റ് ആയി, അവർക്ക് സ്വയം ആത്മവിശ്വാസം ഉണ്ട്, അവർ സ്വന്തം എവിടെയെങ്കിലും എത്താൻ പറ്റും. അതിനിടയ്ക്ക് എന്തിനാണ് അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ആദർശം ഇവർ ജീവിതത്തിൽ കാണിക്കണം, അതില്ലാത്തവരെ എന്തിനാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അരവിന്ദ് കെജ്രിവാളിന് ഒരു കാലത്ത് കിട്ടിയ സപ്പോർട്ടാണ് ഇന്നത്തെ യൂത്തിൻ്റെ മനസ്സ്. അതിപ്പം ഒരു വലിയ പരിധി വരെ മോഡിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ സമയത്തൊക്കെ അത് പിണറായിക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. ഡെലിവർ ചെയ്യുന്നവരോട് അത് നിങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, അവർക്ക് ഡെലിവർ ചെയ്യുന്നു. നല്ല റോഡുകൾ വരുന്നു, K-ഫോൺ വരുന്നു, വിഴിഞ്ഞം തുറമുഖം വരുന്നു. മോഡി ആണെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർനാഷണൽ രംഗത്ത് ഇന്ത്യക്കൊരു ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുന്നു. ഐഡൻറ്റിറ്റി മുമ്പേ ഉണ്ട്, അത് അസേർട്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. പിന്നെ നമ്മുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെല്ലാം വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നു. നീ അവരെ സെൻസസ് റിപ്പോർട്ടും കൂടി പുറത്ത് വിട്ടാൽ മതി. എനിക്ക് തോന്നുന്നു അത് സെൻസസ് റിപ്പോർട്ട് മോഡീൻ്റെ 10 വർഷത്തെ ഭരണത്തിൽ ഇന്ത്യയിൽ ഒരു പൊതുവെ പല മേഖലകളിൽ 2% വളർച്ചാ നിരക്ക് എങ്ങനെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മോഡിക്ക് കൂടുതൽ ഫാൻസ് വരും. കാരണം പറഞ്ഞത് ഡെലിവർ ചെയ്ത ഒരാളെന്നുള്ളത്. ഈ സെൻസസ് റിപ്പോർട്ട് എനിക്ക് അതൊരു സംശയം ഇപ്പോൾ പിള്ളേർക്കിടയുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും പറയുമ്പോൾ അവർ സാറേ സെൻസസ് റിപ്പോർട്ട് എന്താണ് വിടാത്തത്. അപ്പോൾ സെൻസസ് റിപ്പോർട്ട് കൂടി വന്നതിന് എനിക്ക് അത് അനുകൂലമായൊന്നും മോഡിൻ്റെ ഇമേജ് ഇനിയും കൂടും. കാരണം ഡെലിവർ ചെയ്യുന്ന ആളുകളോട് രാഷ്ട്രീയമൊന്നുമില്ല, ഇല്ല പ്രശ്നങ്ങളെ ഡെലിവർ ചെയ്യുന്ന ആളുകളോട്, അഡ്രസ്സ് ചെയ്യുന്ന ആളുകളോട് ഇപ്പം പിള്ളേർക്ക് പൊതുവെ ഒരു ബഹുമാനമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഒരു ക്യാമ്പസ് പൊളിറ്റിക്സ്. അപ്പം ക്യാമ്പസ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ ചത്ത കുതിരയാണ്. പിന്നെ ആ കുതിര ആ ബോഡി ആരും മറവ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.